ഹലോ. ഇന്നലത്തെ ടോക്കിലേ ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ബൈ ഓർ മൂവ് ടു സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പം എന്നെ എപ്പോഴും കേൾക്കുന്ന ഒരു ചേച്ചി അജിത ബായ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു, ആകെ എനിക്കെന്ത് ഉപദേശമാണ് ഇതിനകത്തുള്ളത്, 60 വയസ്സായി എന്ന് പറഞ്ഞു. നോക്ക്, ഞാൻ ഇങ്ങനെ ഇതിനകത്ത് പറയുന്നു എന്ന് മാത്രമാണ്. ആരാണ് കാണുന്നത്, അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്താണ്. അപ്പം ഇപ്പം അജിത ചേച്ചിയുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുത്താൽ സ്വന്തമായിട്ട് വിനയാവും അല്ലേ. അല്ല, ഞാൻ പറയാണ്, അത് എൻ്റെ ഒപ്പീനിയൻസ് ആണ്. ബിക്കോസ് വാട്ട് എവർ ഐ ഹാവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ വാട്ട് എവർ ഐ ഹാവ് ഇൻഫേർഡ് ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് ഞാനിവിടെ പറയുന്നു എന്ന് മാത്രം. അത് ആവശ്യമുള്ളവർ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിനെയും കേറ്റർ ചെയ്തിട്ടായിരിക്കില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ എല്ലാ ഏജ് ഗ്രൂപ്പിനും വേണ്ടിയിട്ടുള്ളത് ഉണ്ടാവുമെന്ന് മാത്രമാണ്. അത് ഞാൻ ഇതിലൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഓൾ ലവ് ടു ഹിയർ മീ. ഇതൊരു എന്താ പറയുക, ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ലേഡീസ് ഗ്രൂപ്പാണ് അധികം കാണുന്നതെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഐ ആം ടോക്കിംഗ് അബൌട്ട് മൈ എക്സ്പീരിയൻസസ്, വേരിയസ് എക്സ്പീരിയൻസസ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് ദ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി. പക്ഷേ യങ്സ്റ്റേഴ്സ് കാണുന്നില്ലെങ്കിൽ അവരുടെ അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തോളൂ, മക്കളെ ഞങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഗ്രാമങ്ങളിൽ ഇരിക്കണം എന്നില്ല. ഇഫ് യു ആർ ഗെറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റീസ് യു ക്യാൻ ജസ്റ്റ് മൂവ് ഇൻ ടു ദ സിറ്റീസ് എന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങളും ചിന്തിക്കുമല്ലോ, ശരിയാണല്ലോ, എൻ്റെ മക്കളെല്ലാം ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ എന്നെ നോക്കിയിട്ട്. ലെറ്റ് ദം ഓൾസോ ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്ന് ചിന്തിക്കുമല്ലോ. അതും എടുക്കാമല്ലേ, അങ്ങനെയും എടുക്കാം അല്ലേ. ബിക്കോസ് എന്താണെന്നറിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഗ്രാമങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. അതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും തന്നെ വി കനോട്ട് ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി വില്ലേജസ്. ദാറ്റ് ഈസ് വൈ ഐ ആസ്ക്ഡ് യു ടു കൺസിഡർ മൂവിങ് ടു ദ സിറ്റീസ്. അത് പറ്റാത്ത ആളുകളും ഉണ്ടാകാം, പക്ഷെ എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാതെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അത് ഫെയിലിയർ ആണോ അത് സക്സസ് ആണോ എന്നുള്ളത്. അങ്ങ് ഒറ്റത്തൊരു ടണലുണ്ടെന്നും പറഞ്ഞ് നമ്മളിപ്പോഴേ ഇങ്ങനെ തല കുനിച്ച് പോവോ, തല മുട്ടാതിരിക്കാൻ? ഇല്ലല്ലോ. അവിടെ ചെല്ലുമ്പോഴല്ലേ നമ്മൾ തല കുനിക്കുകയോ അല്ലെങ്കിൽ അത് മുട്ടാതെ സംരക്ഷിക്കാൻ നോക്കുകയോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു ടോർച്ചിൻ്റെ വെളിച്ചം നമുക്ക് ഇപ്പോൾ നടക്കുന്ന അടുത്ത അടിയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ടോർച്ച് കാണുക, ടോർച്ച് അടിക്കുക. എന്താണെന്ന് വെച്ചാൽ ടോർച്ച് അടിച്ചാൽ നമുക്കറിയാം. ഇപ്പം നമ്മൾ ഒരു 1 കിലോമീറ്റർ എഹെഡ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടോർച്ച് അടിക്കുന്നത് ജസ്റ്റ് ഒരു 10 മീറ്റേഴ്സ് എഹെഡാണ് നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോൾ അത് വിശ്വസിച്ച് നമ്മൾ മുമ്പിലോട്ട് പോകുന്നില്ലേ. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഷുഡ് ട്രൈ. നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. അതായിരിക്കണം എപ്പോഴും. നമ്മൾ ഒരിക്കലും ഒരു കല്ല് പോലും ഇങ്ങനെ പൊക്കി നോക്കാതെ ഇരിക്കരുത്. 2 കല്ല് പൊക്കി നോക്കി അതിൻ്റെ അടിയിൽ ചെമ്പ, മൂന്നാമത്തെ പൊക്കാതെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിരിക്കും സ്വർണ്ണം ഇരിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ജീവിത അനുഭവങ്ങളും പാഠങ്ങളുമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലതൊക്കെ ചില സമയത്തൊക്കെ ഞാനും എന്തൊക്കെയോ ചെയ്തിട്ട് കുഴപ്പമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും ആരും ചെയ്യണത് കറക്റ്റ് ആവാൻ വഴിയില്ലല്ലോ. എല്ലാം എന്താ പറയുക, ചെയ്താണ് പഠിക്കുക എല്ലാവരും അല്ലേ. സംസാരമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും എവറിത്തിങ് ഒരു ഒരു എക്സ്പീരിയൻസിൻ്റെ ലെവലിലാണ് നമുക്ക് കൂടുതൽ കിട്ടുക. കൂടുതൽ അനുഭവങ്ങളുടെ, അതാ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ, തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങൾ, അത് തന്നെയാണ് നമ്മൾക്ക് മുമ്പോട്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, നമുക്കതൊരിക്കലും ഇങ്ങനെ ആയിരുന്നു ഞാൻ ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് എന്തിനാണ്, ആ യങ്സ്റ്റേഴ്സ് അപ്പോൾ ഇപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും, ഈ ചേച്ചിക്ക് ഇതാണല്ലേ സംഭവിച്ചത്, അപ്പോൾ ചേച്ചി അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ മാറിയായിരുന്നെങ്കിൽ എന്നുകൂടെ ഞാൻ പറയുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ ആ ടോപ്പിക്കിൻ്റെ റിലവൻസ് അങ്ങനെയാട്ടോ. പിന്നെ ഒന്ന് ഞാൻ പറയാവേ, ഈ വാടക വീടുകൾ എന്ന് പറയുമ്പോഴേ, വാടക വീടുകളിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് വരും. പിന്നെ നമ്മൾ ഒരു തരം ഡിസിപ്ലിൻ ഇല്ലാതെയൊക്കെ ജീവിച്ച് കളയും. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം താമസിച്ച വീടൊക്കെ ആണെങ്കിലും, ചെറിയ വീടാണെങ്കിലും, എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തതും പഠിപ്പിച്ചതും ഒക്കെ. ഇവിടെയൊക്കെ അച്ഛൻ്റെയൊക്കെ വീട് വലിയ വീടാണ്, മാനേജ് ചെയ്യാനേ നമുക്ക് ആളുകളില്ലെങ്കിൽ പറ്റില്ല. അപ്പം ഞാനും അമ്മയും തന്നെ മാനേജ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഷാബി ആയിട്ടൊക്കെ കിടക്കാറുമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുക്കിങ്ങും പിന്നെ വാഷിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ വിൽ നോട്ട് ബി ഏബിൾ ടു മാനേജ്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ പറമ്പും ഉണ്ട്, അപ്പോൾ അതിൽ വരുന്ന ആൾക്കാരെ നോക്കണം. ഇറ്റ്സ് റിയലി
ഡിഫിക്കൽട്ട്. അപ്പോൾ ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴേ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് ധാരാളം കാണുമായിരിക്കും നിങ്ങൾക്ക് പറയാൻ. ഞാൻ അഡ്വാൻറ്റേജസ് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. അഡ്വാൻറ്റേജസിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് അടിച്ചു തുടയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എപ്പോഴും അങ്ങനത്തെ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു എഫോർഡ് അങ്ങനെ 2-3 മെയ്ഡ്സിനെയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റണം. ഒരു ദിവസം മെയ്ഡ് വന്നില്ലെങ്കിൽ നമുക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒരു 1300-1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൂടെ ലക്ഷറി ആയിട്ട് പോകണമെന്നുണ്ട് ഒരു ഗസ്റ്റ് റൂമൊക്കെ കുറച്ച് എപ്പോഴും ഗസ്റ്റ് വരുന്ന ടൈപ്പ് ആണെങ്കിൽ. ബിക്കോസ് ചെന്നൈയിലൊക്കെ പണ്ട് എനിക്ക് എപ്പോഴും ഗസ്റ്റൊക്കെ ഉണ്ടാവുമായിരുന്നു. ബിക്കോസ് എല്ലാവരും ഈ US പോകാൻ വേണ്ടിയിട്ട് വിസ എടുക്കാൻ അവിടെയാണ് വരിക. അപ്പം മിക്കവാറും തന്നെ ആളുകൾ വരാറുണ്ട്. ഇപ്പം എല്ലാവരും ദേ ആർ ഓൾ കംഫർട്ടബിൾ ഇനഫ് ടു ചെക്ക് ഇൻ ടു എ ഹോട്ടൽ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ വീടുകളിൽ തന്നെയാണ് എല്ലാവരും വരാറ് പണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് 20 years ബാക്ക്. അപ്പം നമുക്ക് 2 BHK എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സ്പേസ് കൺസ്ട്രെയിൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 3 BHK മാറി. അപ്പോഴും ഇറ്റ് വാസ് ലൈക്ക് ഹ്യൂജ് ഡെൻറ്റ് ഇൻ മൈ മന്ത്ലി എന്താ പറയുക റെൻറ്റ്. ഭയങ്കര പൈസ കൊടുക്കണമായിരുന്നു 3 BHK വന്നപ്പോൾ. അപ്പോഴാണ് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്, നല്ല ഒരു എബോർഡ് നമുക്ക് വേണം, എപ്പോഴും ഒരു ഹോം വേണം എന്നുള്ളത്. കാരണം നമ്മുടെ തിങ്സ് വെക്കുക, നമ്മൾ കൊണ്ടുപോയി ഈ പുറകിലിരിക്കുന്ന അലമാരിയെല്ലാം ഞാൻ വാങ്ങിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് അത് പൊക്കിക്കൊണ്ട് നടക്കാൻ എളുപ്പമുണ്ടായിരുന്നു. കൊണ്ടുപോകാൻ ഒക്കുമായിരുന്നു. അവിടെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമുക്ക് ചുമരിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ, ബുക്ക് ഷെൽഫ്. കാരണം നമ്മളത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഓരോരോ റെൻറ്റഡ് ഹൗസിലേക്ക് മൂവ് ചെയ്യുമ്പോഴും എനിക്ക് ഈ പ്രോബ്ലംസ്, മോളുടെ ബുക്സ് വെക്കാനുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിമൂവബിൾ ആയിട്ടുള്ള അലമാരീസ് വാങ്ങിച്ചു വെച്ചിരുന്നത് കേട്ടോ. ഇഫ് ഇറ്റ് വാസ് മൈ ഓൺ ഫ്ലാറ്റ് അപ്പോഴേ ഞാൻ ഇത് വാങ്ങിക്കില്ല. ബിക്കോസ് ഐ വിൽ മേക്ക് ഇറ്റ് ഓൺ ദ എന്താ പറയുക ചുമരിൽ തന്നെ. അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ച് അധികം സ്പേസും കിട്ടിയാണ്. അപ്പം അതൊക്കെ അങ്ങനെ 2-3 കാര്യങ്ങൾ, കുഞ്ഞു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഇത് വളരെ ചെറിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ അതുപോലും ചിന്തിച്ച് നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ റെൻറ്റ് കൊടുക്കുന്ന ആ പണം മാത്രമല്ലായിരിക്കും കേട്ടോ, പക്ഷെ നമ്മൾ EMI ആയിട്ട് ഇന്നലെ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞില്ലേ, അതിന് ഞാൻ വേറൊരു ഫോർമുല പറയട്ടെ. ചില ആളുകൾ എന്നോട് പറയണത് എന്താണ്, നിങ്ങൾ ഇത്രയും കോടികൾ കൊടുത്ത് വീട് മേടിച്ചിട്ട് ഇത്രയുള്ള റെൻറ്റ് 3% റെൻറ്റേ കിട്ടുള്ളൂ, എന്തിനാ ഇത്രയും കോടികൾ കൊടുത്ത് മേടിക്കണേ? നോക്കൂ, നിങ്ങൾ അങ്ങനെ ആ നമ്പേഴ്സ് അങ്ങനെയല്ല നോക്കേണ്ടത്. നമുക്ക് റെൻറ്റ് കിട്ടുന്നത് നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇറ്റ് ഈസ് അപ്രിഷ്യേറ്റിംഗ് അല്ലേ. ഇന്ന് നമ്മൾ 1 കോടിയുടെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ ചെന്നാൽ എന്താ കിട്ടുക നമുക്ക് എറണാകുളത്തൊക്കെ? ഒരു 2 BHK മാക്സിമം, ഒരു കുഞ്ഞു ഇതാണെങ്കിൽ ഒരു 3 BHK മാക്സ് അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം 1 CR കൊടുക്കണം. അപ്പോൾ അത് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? മാക്സിമം 30,000 കിട്ടുമോ? 2 BHK ആണെങ്കിൽ 30 കിട്ടാൻ ചാൻസ് ഇല്ല എറണാകുളത്ത്. ശരി, 3 BHK ആണെങ്കിൽ കിട്ടുമായിരിക്കും ഒരു 25. അപ്പോഴും അവർ പറയുന്നത്, നോക്കൂ നിങ്ങൾ കണ്ട 2.5% ഇത്രയും നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറയും. അത് നിങ്ങളുടെ കയ്യിൽ 1 കോടി നിങ്ങൾ ബാങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 65,000-75,000 മന്ത്ലി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോയി ഫ്ലാറ്റ് വാങ്ങിച്ചാൽ ഈ 65,000 കിട്ടുന്നിടത്ത് 25 കിട്ടുള്ളൂ എന്നാണ് ചോദ്യം. അത് കറക്റ്റാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ആലോചിച്ച് നോക്കൂ. 10 വർഷം കഴിയുമ്പോൾ ഈ 1 കോടി നിങ്ങൾ ബാങ്കിലിട്ടത് 65 വെച്ച് നിങ്ങൾ എടുത്തോണ്ടിരുന്നു എന്ന് തന്നെ ധരിക്കുക. അല്ലെങ്കിൽ പോട്ടെ, അതിനകത്ത് നിന്ന് 25 മാത്രമേ എടുത്തുള്ളൂ, ബാക്കി 40 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. എനിക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഒരു 5 ലക്ഷം അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നു. 10 വർഷം കഴിയുമ്പോൾ അത് 50 ലക്ഷം വന്നു. ഇതിനകത്തുനിന്ന് ബാക്കി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് 65,000 രൂപയിൽ നിന്ന് നിങ്ങൾ 50,000 രൂപ വെച്ച് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 50 ഞാൻ മാക്സിമം പറയണതാ, ഒരു 5 lakh നിങ്ങൾ ഒരു വർഷം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ കിട്ടുന്ന പലിശയിൽ നിന്ന് ബാങ്കിലിട്ടേക്കുന്ന അതിനകത്തു നിന്ന് കൂട്ടുപലിശയും അതും ഇതൊക്കെ ആയിട്ട് 10 വർഷം കഴിയുമ്പോഴല്ലേ ഒരു 2 കോടി ആവുള്ളൂ. അത് എടുത്ത് നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും? ആലോചിച്ച് നോക്കൂ.
അല്ലേ? അപ്പോൾ അതനുസരിച്ച് ഇവിടെ പൈസയും കിട്ടും, റെൻറ്റും കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഒരു ചെലവിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള പൈസ അവിടെ റിയൽ എസ്റ്റേറ്റിൽ അപ്രിഷ്യേറ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. സോ ബാങ്കിൽ പണം ഇടുന്നതാണോ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലത്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബാങ്കിൽ പണം ഇടുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും. എന്തുകൊണ്ടാന്ന് പറയട്ടെ, നമ്മൾ 10 കൊല്ലം കഴിയുമ്പോൾ ജീവിക്കുകയോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അല്ല കേട്ടോ, ഞാൻ പറയുന്നത് വീട് മേടിക്കുന്നതാണ് നല്ലത്. ബാങ്കിൽ പൈസ വെച്ചുകൊണ്ടിരുന്ന ചിലവാകത്തേ ഉള്ളൂ. കാരണം അത് ഞാൻ ജോക്കിൽ ഞാൻ പറഞ്ഞ കേട്ടോ, ബാങ്കിൽ കാശ് ഇടുന്നത് നല്ലതായിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, ഏത് പൊട്ടന്മാർക്കും അറിയാം, ബാങ്കിൽ പൈസ ഇട്ടുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അപ്രിഷ്യേറ്റ് ലൈക്ക് ഹൗ യു ഇൻവെസ്റ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ പറയും എന്ത് കാര്യത്തിനാണ് ഈ മാളികയുടെ മുകളിൽ കയറി ഇരുന്നിട്ടെന്ന് പറയും. ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഭയങ്കര സ്പീഡിലുള്ള ലിഫ്റ്റിലാണ് നിങ്ങൾ കയറി നിൽക്കുന്നത്. നിങ്ങളുടെ വീട് ഒരു 2 നില വീടാണെങ്കിൽ ലിഫ്റ്റ് കാണത്തില്ല, നിങ്ങൾ മുകളിൽ കയറുക പോലും ഇല്ല, അല്ലേ? കയറാറുണ്ടോ? എൻ്റെ അച്ഛനമ്മയും അച്ഛൻ മുകളിലേക്കേ വരാറില്ല, അമ്മയും വല്ലപ്പോഴും വരുള്ളൂ. എനിക്ക് എന്തെങ്കിലും അസുഖമായിട്ട് ഞാൻ കിടക്കുകയാണെങ്കിൽ അമ്മ പതുക്കെ കയറി വരും, അപ്പം തന്നെ അമ്മയുടെ മുട്ടൊക്കെ വേദന എടുക്കുക. അതുകൊണ്ട് ഐ ആം ടെല്ലിങ് യു, ഒരു ഫ്ലാറ്റിൽ നല്ല ലിഫ്റ്റൊക്കെ ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ്, നല്ല സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ എയറി ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലെ 1 ഏക്കറും വലിയ വീടും ഒക്കെ വേണം, 5-6 പട്ടികൾ വേണം. പിന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് എൻ ഇൻഡിപെൻഡൻറ്റ് ഹൗസ് അറ്റ് യുവർ ഓൾഡ് ഏജ്. അത് മനസ്സിൽ വെച്ചോളൂ. യെസ്, ഇറ്റ് ഈസ് വെരി മാജസ്റ്റിക് ആൻഡ് റോയൽ ടു ലിവ് ഇൻ ആൻ ഇൻഡിപെൻഡൻറ്റ് ഹൗസ്. അത് നിങ്ങൾക്ക് അത്ര അഫോർഡബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഫാം ഹൗസ് പോലെ വെക്കുക. ദൈവത്തിൻ്റെ പുണ്യം കൊണ്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇതുള്ളത് കൊണ്ട് എൻ്റെ ബ്രദർ ഇവിടെ നല്ലപോലെ ഇതിനെ സംരക്ഷിക്കുന്നത് കൊണ്ടും എനിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് സംരക്ഷിക്കപ്പെടാതെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റുമോ? ഇറ്റ് ഇസ് വെരി വെരി വെരി, എന്നെ കേൾക്കുന്ന ഇപ്പോൾ പാല അങ്ങോട്ടൊക്കെ കോട്ടയമൊക്കെ ഉള്ളവർക്കൊക്കെ മനസ്സിലാകും ഞാൻ പറയുന്നത് എന്താണെന്ന്. എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു പുഴയുടെ തീരത്തൊക്കെ. പണ്ട് ഞാനും വിചാരിച്ചേ ഇവിടെ നിൽക്കും സമയത്ത് ശരി എന്നൊക്കെ പുഴയുടെ തീരത്തെങ്ങാനും വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. എന്ത് രസമായിരിക്കും എപ്പോഴും പുഴ നോക്കിയിരിക്കുക. അയ്യോ മഴയാണ് ഇവിടെ മൊത്തം സമയത്ത്, ഈ വെള്ളം എപ്പോൾ കയറും എന്ന് വിചാരിച്ച് ഒരു ടെൻഷനാണെന്ന് പുഴവക്കത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. മാത്രമല്ല നമ്മൾ പ്രകൃതിയോട് കളിക്കാൻ പാടില്ല. അപ്പോൾ ഈ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഫ്ലാറ്റ് വാങ്ങുന്നതിൽ തെറ്റില്ലല്ലോ. കുറച്ചുകൂടെ 2 ടയർ ആയിട്ടുള്ള പ്ലേസിലേക്ക്, ഇപ്പോൾ ചെന്നൈയിൽ തന്നെ ഇഫ് യു ആർ ചൂസിങ് ദ പ്രൈം ലൊക്കേഷൻ ആണ് ഇപ്പം നമുക്ക് 1.5 crores ഒക്കെ വേണം 2.5 ബെഡൊക്കെ മേടിക്കണമെങ്കിൽ, ബെഡ്റൂമൊക്കെ വാങ്ങിക്കണമെങ്കിൽ. അപ്പോൾ ഇച്ചിരിയും കൂടെ ഒരു സബർബ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1 CR കിട്ടുമായിരിക്കും. പിന്നെ ഈ ചെന്നൈ പോലെയുള്ള, ബാംഗ്ലൂർ പോലെയുള്ള, ബോംബെ പോലെയുള്ള സിറ്റിയിലൊക്കെ നിങ്ങൾ എന്ത് ഇത് ഇട്ടാലും പ്രൈം ലൊക്കേഷനിൽ നല്ല പേരുള്ള ബിൽഡേഴ്സിൻ്റെ അടുത്ത് ഇട്ടാൽ ഇറ്റ് വിൽ അപ്രിഷ്യേറ്റ്. സപ്പോസ് നിങ്ങൾ ഈ ചെറിയ ഡുബാക്കൂർ ഇതൊക്കെ ഇല്ലേ അതിലൊക്കെ പോയി വീഴുമ്പോഴാണ് അത് അപ്രിഷ്യേറ്റ് ആവാത്തതും അതിന് ഒരു വാല്യൂ ഇല്ലാത്തതും. ഞാനിവിടെ പരസ്യമായിട്ട് പറയണതല്ല, ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ, ശോഭ ഡെവലപ്പേഴ്സ് അവരുടെ ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ അവർ എന്തും നല്ല പോലെയാണെന്ന് അറിയാവോ. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ആ ബ്രാൻഡ് നെയിമിനും ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ അവരുടെ പണിത്തരങ്ങളും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവർ ഉപയോഗിക്കുകയുള്ളൂ, ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം അങ്ങനെയുള്ള ബ്രാൻഡിൽ പോയിട്ട് നമ്മളൊരു ബിക്കോസ് ബ്രാൻഡ് ഓൾസോ മാറ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതാകുമ്പോൾ ഒരു 10-30 വർഷത്തേക്കൊക്കെ നല്ല ഈടുമൂപ്പ്. ബാംഗ്ലൂരിലുള്ള എല്ലാ വീടുകളും പോയി നോക്കൂ, ഓൾമോസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കൊള്ളാവുന്ന ആളുകളുടെ. അല്ലാത്തടത്ത് പോയാൽ സീപ്പേജ് ഉണ്ടാകും, പിന്നെ എല്ലാത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും. ഫ്ലാറ്റിലെ ലിഫ്റ്റ് വർക്ക് ആവില്ല, അങ്ങനെയൊക്കെ. ഇത്തരത്തിലുള്ള ഹൈ എൻഡ് പ്രോപ്പർട്ടീസൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ, എനിക്കിതുവരെ കണ്ടതില്ല, ഞാൻ റിയൽ എസ്റ്റേറ്റ് ഒരു വക്കീലിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പണ്ട്. ആ സമയത്തും ഐ ഹാവ് റിയലൈസ്ഡ് ഇങ്ങനെയുള്ള ചെറിയ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ലാൻഡൊക്കെ കുഞ്ഞു വാങ്ങിക്കാൻ പറ്റും. അത് വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വലിയ പ്രോജക്ട്സിലേക്ക് ഇടുക, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന പോലെയുള്ള സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമുക്ക് തന്നെ ഒരു ചെറിയ ചൂലെടുത്ത് അടിച്ച് ഇടാൻ പറ്റും, അല്ലേ?
അല്ലാതെ കണ്ട് എപ്പോഴും നമ്മൾ മെയ്ഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വന്നാൽ നല്ലത്, കിട്ടിയാൽ നല്ലത്. അവിടെയൊക്കെ മെയ്ഡ്സിനെ കിട്ടാനും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ മെട്രോസിൽ അവരൊക്കെ 4ഉം 5ഉം വീടുകളിലൊക്കെ വന്ന് കിടുകിടുകിടാന്ന് ജോലി എടുത്തിട്ട് പോകും ഇല്ലേ. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, എന്താ പാർട്ട് ടൈം ആയിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള 1 അവറിലോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിലോ ആവശ്യമുള്ളെങ്കിൽ അവർ അത്രയും വന്നിട്ട് പോകും. ഇവിടെ ഒന്നും അത് പറ്റില്ല. വില്ലേജസിലൊക്കെ 1 ഡേ ഫുള്ളായിട്ട് അവർക്ക് ജോലി കൊടുത്താലേ അവർ വരുള്ളൂ. കാരണം അവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലി എടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവർ ദേ ഹാവ് ടു എന്താ പറയണേ, ടേക്ക് ഹോം ദാറ്റ് മണി അല്ലേ. അവർക്ക് അത്രേ കിട്ടുള്ളൂ. ഇവിടെ 2-3 വീടുകളിലൊന്നും പോയി ചെയ്യാനുള്ള പണികളും ഉണ്ടാവില്ല. ഒരു ദിവസത്തെ ഫുൾ പണിയായിട്ടാണ് സിറ്റീസിൽ ഗ്രാമങ്ങളിലെ ആൾക്കാർ വരിക. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് കമ്പയർ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞത്. കാരണം 2-3 പേരങ്ങനെ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു അതിനകത്ത്. എല്ലാവർക്കും സിറ്റിയിൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഞാൻ 2 സ്ഥലത്തും ജീവിച്ചത് കൊണ്ടുള്ള മെച്ചവും കോട്ടവും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. സോ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ യു ഹാവ് ടു നെല്ലും പതിരും വേർതിരിച്ച് എടുക്കണം കേട്ടോ. അങ്ങനെ പറയാം. അല്ലാതെ ഇവർ പറഞ്ഞു എന്നും പറഞ്ഞ് എടുത്ത് ചാടി പോരുത്. ബിക്കോസ് അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കുട്ടികളെ ഇവിടെ ആവശ്യം ഉണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് ഒരുപാട് സ്വത്തുക്കളുള്ളവരായിരിക്കാം. അത് നോക്കി നടത്താൻ ഒരാൾ വേണം എന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത് ഇപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ, പോകുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ വിട്ടിട്ട് പോയിട്ട് പിന്നെ അച്ഛനമ്മയും വരാതിരിക്കരുത്. കാരണം അവർക്ക് പിന്നെ അതായിരിക്കും ഫീൽ ആവുക. മേ ബി കുറേ പറമ്പൊക്കെ ഉള്ളവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ, മോനെ നീ ഇത് വിറ്റിട്ട് നീ പോയി അവിടെ പോയി വാങ്ങിച്ചോളൂ എന്ന് പറയും. എവിടെ? ചെന്നൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ബി കെയർഫുൾ. കാരണം നിങ്ങളുടേതും കൂടി ഇട്ടിട്ട് വേണം നിങ്ങൾ ആ പൈസ ഡെവലപ്പ് ആകാൻ. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ആ കഥ ഇതിനകത്ത് ആദ്യം പറഞ്ഞിരുന്നു, ഗ്രാമത്തിലുള്ള ഒരു 1.5 ഏക്കർ സ്ഥലം വളരെ ചുളുവിലേക്ക് വിറ്റിട്ട് മദ്രാസിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞു ഫ്ലാറ്റ് വാങ്ങിച്ചു. അതേ പൈസയ്ക്ക് അവിടെ വാങ്ങിച്ചു. അത് എന്താ പറയണേ, കുറേ അങ്ങോട്ട് ആയില്ല. ഇപ്പോൾ അതിനൊരു 75-80 ലക്ഷം ഉള്ളെങ്കിൽ ഇവിടുത്തെ പറമ്പിന് 1.5 കോടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചില സമയത്ത് തെറ്റുകൾ പറ്റാം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. ആ ഇൻവെസ്റ്റ് ചെയ്തത്, ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തത് നല്ലൊരു ബിൽഡറിൻ്റെ അടുത്തായിരുന്നില്ല. നല്ല ഹൈ എൻഡ് ബിൽഡറുടെ അടുത്ത് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയേനെ. പിന്നെ ഇവിടുത്തെ മൊത്തമായിട്ട് അങ്ങ് വിൽക്കാതെ കുറച്ച് വിറ്റിട്ട് ബാക്കി EMI ആയിട്ട്, ബിക്കോസ് വെൻ വി ആർ ഏർണിങ് അല്ലേ, നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള. ആ കപ്പാസിറ്റി നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. അതാണ് നമ്മുടെ ലിവറേജ്. ബാങ്ക്സ് നമുക്ക് തരുന്ന ലോണില്ലേ, അത് നമ്മളുടെ ഏർണിംഗ് കപ്പാസിറ്റി അനുസരിച്ചേ തരുള്ളൂ, നമ്മുടെ വയസ്സനുസരിച്ചേ തരുള്ളൂ. അപ്പോൾ ആ ലിവറേജ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മളത് വേണ്ട എന്ന് പറയരുത്. ദ ബാങ്ക്സ് ഓഫർ ചെയ്യണ ആ മണി നമ്മൾ എടുത്തിട്ട് EMI ആയിട്ട് തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് ഫോർ എക്സാമ്പിൾ 10,000 രൂപയുടെ ഒരു 10 ലക്ഷം രൂപയുടെ ലോൺ എടുത്ത് നമ്മൾ 10 ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് ഇടുകയും ചെയ്യുകയാണെങ്കിൽ അന്ന് 13,000 രൂപ വെച്ചായിരുന്നു EMI അടയ്ക്കേണ്ടതെങ്കിൽ ഇന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ആ 13,000 നമുക്ക് അത്ര വലിയ പ്രശ്നമായിരിക്കില്ല. ബിക്കോസ് നമ്മളുടെ കരിയർ ഗ്രോത്ത് ആയിട്ടുണ്ടാവും, നമുക്ക് പൈസ സാലറി കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഈ എല്ലാ ആസ്പെക്റ്റും നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിച്ചോളൂ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന്. പിന്നെ ഈ ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞതും അതുകൊണ്ടാണ് കേട്ടോ. ഇറ്റ് വിൽ അപ്രിഷ്യേറ്റ്. നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ അതുണ്ട്, ആ അമ്യൂണിറ്റീസ് ഉണ്ട്, പിന്നെ അവിടെ എല്ലാം ഫ്രണ്ട്ലി, സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്ലി ആയിരിക്കും. ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. സോ ഡയറക്റ്റ്ലി സിറ്റി ഓർ വില്ലേജ് എന്നുള്ളതിന് ഒരു ഒറ്റ ആൻസറും എന്താ പറയുക, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ പോലെ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവാണത്. അപ്പം എൻ്റെ പേഴ്സ്പെക്റ്റീവ് യെസ് എന്നാണ്. എനിക്കിഷ്ടമാണ്, ഗ്രാമങ്ങൾ ഇഷ്ടമാണ്, എനിക്ക് അമ്പലങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ അതിന് നമ്മൾ ഒരു രണ്ടാമതൊരു സെറ്റപ്പ് നമുക്കിങ്ങനെ ബാക്ക് ഹോം ഉണ്ടെങ്കിൽ ഇനിയും നല്ലതാണ്. എല്ലാവർക്കും അത് പറ്റില്ല എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നോ, വാട്ട് എവർ യു ക്യാൻ ഡു, നോ, യു ജസ്റ്റ് തിങ്ക് ആൻഡ് ഡു ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. കാരണം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 10-60 വയസ്സൊക്കെ ആയിട്ട് ഇരുന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അജിതഭായി ചേച്ചി അവിടെ പറഞ്ഞില്ലേ, എൻ്റെ കമൻറ്റ് ഇന്നലെ ഇട്ടില്ലേ, അതുപോലെ. പിന്നെ എൻ്റെ ഈ സാരി, ഇതാണ് ഞാൻ പറഞ്ഞ ഇക്കത്ത് ഒറിയ. ഇന്നലെ മിഞ്ഞാന്ന് ഉഷാൻറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു സാരി കാണിച്ചു തരാം, ഞാൻ ഉടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ. ഇത് GI ടാഗ് ഉണ്ട്, ഇതിനുണ്ട്, ഒറീസയിൽ GI ടാഗ് ഉണ്ട്. ഇത്
ദ്രൗപദി മുർമു ഉടുക്കാറുണ്ട്. ദ്രൗപദി മുർമുവിൻ്റെ സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ അദ്ദേഹം ഉടുക്കുന്ന സാരികളൊന്ന് പോയി നോക്കിക്കോളൂ. ഇത്തരത്തിലുള്ള പല പല പ്രിൻസ് ആയിരിക്കും, ഇക്കത്ത് പ്രിൻസ്. അപ്പോൾ ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എയർലൂം പോലെയൊക്കെ മേടിച്ച് വയ്ക്കാം, കുറേ വർഷങ്ങൾ നിൽക്കും. ദിസ് വാസ് ബോട്ട് ഇൻ 2019 അല്ലേ, 3-4 വർഷമായി. 19 എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? 4 വർഷമായി. 2024 ആയല്ലോ, 5 വർഷമായി. പെട്ടെന്നാണ് സമയം പോകുന്നത്. പക്ഷെ അതിൻ്റെ കളറോ ഫെയ്ഡായിട്ടില്ല. അതും നല്ല സുഖമാണ് ഉടുക്കാനായിട്ട്. നല്ല ഒരു ഇത് ഫാബിൻ്റെ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഡൽഹിയിലെ ഫാബിൻ്റെ എന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ പ്രൈസൊക്കെ അവിടെയൊക്കെ വേറെ എന്താ പറയണ വീവിങ് സെൻറ്ററിലൊക്കെ പോയാൽ കുറവായിരിക്കാം, ഹാൻഡ്ലൂം ചെയ്യുന്നിടത്ത്. ഇത് ഫാബിൻ്റെ നിന്ന് വാങ്ങിച്ചപ്പോൾ ഐ പെയ്ഡ് അറൗണ്ട് 7,000 റുപ്പീസ് അന്ന്. കാരണം ഇതാണ് ഈ പറഞ്ഞ പോലെ ഇൻഡിജിനസ് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ ഒരു ഇച്ചിരി പൈസ കൂടുതലായിരിക്കും. കാരണം ഇവരും ഈ ഫാബിൻ്റെ എന്നൊക്കെ പറയുന്ന അവർ ദേ വിൽ ബി സോഴ്സിങ് ഇറ്റ് ഫ്രം ദ വീവേഴ്സ് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കടകളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റെ ഒരു മാർജിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആ മാർജിനൊക്കെ ഇതിൽ കണ്ടേക്കാം. പക്ഷെ നല്ല ഒരു ഗ്രീൻ കളറാണ്, പ്രത്യേകമായിട്ടുള്ളൊരു ഗ്രീൻ. ഇതിൽ കാണുന്നതിനേക്കാൾ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, ബട്ട് സ്റ്റിൽ സംവാട്ട് ലൈക്ക് ദിസ് ഓൺലി. അപ്പോൾ ഇന്നലെ എൻ്റെ ബ്രദറിൻ്റെ മോൻ എനിക്ക് മാർക്കറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ എടുത്തായിരുന്നു. ഐ തിങ്ക് ഐ ആം നോട്ട് മെയ്ഡ് ഫോർ ദാറ്റോ. ഞാനിങ്ങനെ നടന്നൊരു റീലിട്ടുണ്ടായി. പക്ഷെ 2-3 സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അതിൽ കിട്ടി. സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് ഷോർട്സ് ഇടണം എന്നാണ് കുഞ്ഞൻ പറയുന്നത്, എൻ്റെ വാവക്കുട്ടൻ പറയണത്. അവരാണല്ലോ യങ്സ്റ്റേഴ്സ്, അതുകൊണ്ടാണ് ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ട് അതിൽ ചെയ്യാൻ പറയുന്നത്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. ഐ ആം നോട്ട് മെയ്ഡ് ഫോർ ദിസ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പതുക്കെ ഈ കുട്ടി ചാനൽ കുഞ്ഞു എന്താ പറയണേ ഡെവലപ്മെൻറ്റ്സ് വഴിയിട്ട് ഇറ്റ് ഈസ് ഗ്രോയിങ്. കുറേശ്ശെ എല്ലാം ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും കേൾക്കണം. അതുപോലെ ഇന്നലെ ചേച്ചി പറഞ്ഞ പോലെയുള്ള കമൻസൊക്കെ അടിയിൽ വന്ന് ഇടണം. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ കാലടിയിലുള്ള വീട്ടിലാണ്. ഞാൻ അബുദാബിയിൽ നിന്ന് തിരിച്ചു വന്നു. അടുത്ത ആഴ്ച ഹസ്ബൻഡ് ലീവിന് വരികയാണ്. സോ വി ആർ ഗോയിങ് ടു ബി ഹിയർ അറൗണ്ട്. കുറച്ച് നാളൊക്കെ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. അമ്മയുടെ അടുത്ത് പോയി നിൽക്കാൻ പോവാണ് കുറച്ച് നാൾ, അരവിന്ദിൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പം ഞാൻ അവിടെയും പോയിട്ട്, അവിടെ എനിക്ക് ഇഷ്ടമുള്ള കുറേ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ. ഐ വിൽ ബി ഷോയിങ് ദാറ്റ് ഓൾസോ ഇൻ മൈ റീൽസ്. അതാരും കളിയാക്കരുത്. പക്ഷേ ഈ റീൽസ് എന്ന് പറയുന്ന സാധനം 1 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഐ ഹാവ് ടു ഗ്രോ മൈ ചാനൽ ഓൾസോ അല്ലേ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെയൊക്കെ ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. പാസീവായിട്ട് കേട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ മൈ ടേക്ക് അവേ ടുഡേ ഈസ് വില്ലേജ് ഓർ സിറ്റിയുടെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക കേട്ടോ. എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് ഞാൻ ഈ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചിയേഴ്സ്, ബൈ, സീ യു ടുമോറോ.